എൻ്റെ പൊന്നു മോനെ സാറേ ഒന്ന് ശ്രദ്ധിക്കുന്നു പറഞ്ഞ് വിളിച്ച് ആ സമയത്ത് ഞങ്ങൾ സാറും അവിടെ നിന്ന് എല്ലാവരും ശ്രദ്ധിച്ചു. ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഒരിക്കലും സാറ് അടച്ചനായിട്ട് തന്നെ കൊണ്ടു തന്നു. എൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി പൈസ തന്ന് സഹായിച്ച യൂസഫ് അലി സാറിനോട് ഒരുപാട് നന്ദിയുണ്ട്. എത്ര നന്ദി പറഞ്ഞാലും മതിയാത്തില്ല. ഏത് ട്രീറ്റ്മെന്റ് എന്ന് ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞു മോനിക്ക് എത്ര വയസ്സാണ്? ഞാൻ പറഞ്ഞു 14 വയസ്സ്. സാർ പറഞ്ഞു അതിന് എന്താ? ഞാൻ പറഞ്ഞു 15 ലക്ഷം രൂപ ചിലവാകുമെന്ന് പറയുന്നത്. ഞങ്ങൾ വെറും സാധാരണക്കാർ, ഞങ്ങളെ കയ്യിൽ യാതൊരു നിവൃത്തിയില്ല. പക്ഷെ അന്ന് പോലുള്ള എല്ലാ ചെലവുകളും സാറ് തന്നെ ഏറ്റെടുത്ത് അവനെ ഈ നിലയിൽ എനിക്ക് കിട്ടി. എൻ്റെ പൊന്നുമോനെ എനിക്ക് കിട്ടി. എനിക്ക് സാറിന് ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ ഇക്കാക്ക് വേണ്ടി സഹായിച്ച യൂസഫ് അലി സാറിന് വേണ്ടി ഞാൻ എപ്പോഴും എന്തുവാ ചെയ്യുന്നത്. വെന്റിലേറ്ററിൽ ഗുരുതരമായി ചികിത്സയിൽ കഴിഞ്ഞ 14-കാരന്റെ ജീവിതത്തിൽ രക്ഷകനായി എത്തി MA യൂസഫ് അലി. കൊല്ലം മെഡിസിറ്റി ആശുപത്രിയിൽ അത്യാസന്ന നിലയിൽ ചികിത്സയിലായിരുന്ന കരിക്കോട് ഒറ്റപ്ലാവിലെ വീട്ടിൽ മുഹമ്മദ് സഫാന്റെ ചികിത്സയ്ക്ക് സഹായം നൽകിക്കൊണ്ടായിരുന്നു MA യൂസഫ് അലി കുടുംബത്തിന് രക്ഷകനായി മാറിയത്. സഫാന്റെ ചികിത്സയ്ക്ക് വേണ്ട മുഴുവൻ ചിലവും യൂസഫ് അലി നൽകി. സാറിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങളുടെ ദുആയിലും കാര്യങ്ങളും സാറിന് ഞങ്ങൾ ഉൾപ്പെടുത്തി. കാര്യം ഇവനെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുമെന്ന് യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു. ആ ഒരു പ്രതീക്ഷ മങ്ങിയ സമയത്താണ് യൂസഫ് അലി സാർ അവിടെ വരുന്നത്. നമുക്ക് നമ്മുടെ മോന് വേണ്ടി സഹായം കേട്ടു എന്നുള്ളതാണ്. പഠിച്ചു കേട്ടു. നമുക്ക് എത്രയും പെട്ടെന്ന് പിന്നെ കാര്യങ്ങളെല്ലാം എളുപ്പമാക്കി തന്നത്. അദ്ദേഹത്തിന്റെ ആ ഒരു മനസ്സ്, വലിയ മനസ്സിന് ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങളെല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾ മറക്കില്ല. ഒരു തിരിച്ചു വരവാണ്. കാര്യം ഇവനെ എങ്ങനെയും ഞങ്ങൾക്ക് വേണം. ഇവനില്ല ഞങ്ങൾക്ക് പറ്റത്തില്ല. ഞങ്ങളെ പൊന്നു മോനെ ഞങ്ങൾക്ക് വേണം. ഞങ്ങൾക്ക് കൊല്ലം മെഡിസിറ്റി ആശുപത്രിയിൽ ഗുരുതരമായ അവസ്ഥയിൽ വെന്റിലേറ്ററിൽ തുടർന്ന മുഹമ്മദ് സഫാന്റെ ചികിത്സയ്ക്കാണ് പണമില്ലാതെ നെട്ടോട്ടമോടുന്ന സമയത്ത് സഹായമെത്തിയത്. ചികിത്സയ്ക്കായി പല വാതിലുകളും മുട്ടിയെങ്കിലും ആരിൽ നിന്നും സഹായം ലഭിച്ചില്ല. ഈ അവസരത്തിലാണ് ദൈവദൂതനെ പോലെ ആശുപത്രിയിലേക്ക് MA യൂസഫ് അലി എത്തുന്നതും. അസുഖബാധിതനായി ആശുപത്രിയിൽ കഴിയുന്ന ലുലുവിലെ ജീവനക്കാരന്റെ മാതാവിനെ സന്ദർശിക്കാനായി യൂസഫ് അലി അവിടേക്കെത്തിയതും കുടുംബത്തിന് ഭാഗ്യമായി. യൂസഫ് അലി സാറെ, എൻ്റെ മകനെ സഹായിക്കണേ എന്ന് വിളിച്ചുകൊണ്ടുള്ള മാതാവിന്റെ അപേക്ഷ MA യൂസഫ് അലി കേട്ടതും ഇവരെ അടുത്തേക്ക് വിളിച്ചു വരുത്തി കാര്യങ്ങൾ തിരക്കി. സാറ് ഹെലികോപ്റ്ററിലോട്ട് കയറാൻ തുടങ്ങിയ സമയത്ത് സാറേ എന്നൊന്ന് വിളിച്ച്, സാറേ ഖുർആൻ പഠിക്കുന്ന എൻ്റെ പൊന്നു മോനെ സാറേ ഒന്ന് ശ്രദ്ധിക്കുന്നു പറഞ്ഞ് വിളിച്ച് ആ സമയത്ത് ഞങ്ങൾ സാറും അവിടെ നിന്ന് എല്ലാവരും ശ്രദ്ധിച്ചു. ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഒരിക്കലും സാറ്. കാര്യം ഞങ്ങൾ കാണാതെ പോയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അതൊരു ഭയങ്കര നിരാശയായി പോയേനെ. അപ്പം സാറ് പറഞ്ഞു അതിൽ നിന്ന് ഒരാളെങ്കിലും വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് അവിടെ എത്തുമെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ എങ്ങനെയാണ് അവിടെ എത്തിപ്പെട്ടപ്പം ഞാൻ ചെന്ന് സാറിൻ്റെ അടുത്ത് സാറ് വെച്ച് എന്താ ഞാൻ പറഞ്ഞു, എനിക്ക് ഖുർആൻ പഠിച്ചു കൊടുത്ത മോനെ 23 ദിവസം പൂർത്തിയായ മോനെ, പെട്ടെന്ന് എനിക്ക് ശ്വാസം വിട്ട് വന്ന് മോനിക്ക് 5 ദിവസമായിട്ട് വെന്റിലേറ്ററിലായിരുന്നു. ഇപ്പോൾ ECMO ട്രീറ്റ്മെൻറ്റ് വേണമെന്നാണ് പറയുന്നത്. അപ്പം സാറിന് ഏത് ട്രീറ്റ്മെൻറ്റ് എന്ന് ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞു മോനിക്ക് എത്ര വയസ്സാണ്? ഞാൻ പറഞ്ഞു 14 വയസ്സ്. സാറിന് അതിന് എന്താ? ഞാൻ പറഞ്ഞു 15 ലക്ഷം രൂപ ചിലവാകുമെന്ന് പറയുന്നത്. ഞങ്ങൾ വെറും സാധാരണക്കാർ, ഞങ്ങളെ കയ്യിൽ യാതൊരു നിവൃത്തിയില്ല. ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾ സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്താണ് മുന്നോട്ടുള്ള അവസ്ഥ ഞങ്ങൾക്ക് യാതൊരു പിടിയില്ലെന്ന് പറഞ്ഞു. സാറ് പറഞ്ഞ് വിഷമിക്കേണ്ട, ഞാൻ എന്തെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ മൊത്ത ചിലവ്, എൻ്റെ പൊന്നുമോനയ്ക്ക് വേണ്ടിയുള്ള മൊത്ത ചിലവ് സാറ് ഏറ്റെടുക്കും ഒരിക്കലും പ്രതീക്ഷയില്ല. എന്തെങ്കിലും ഒരു സഹായം നമ്മൾ വിചാരിച്ചോളൂ. പക്ഷെ അന്ന് പോലുള്ള എല്ലാ ചിലവുകളും സാറ് തന്നെ ഏറ്റെടുത്ത് അവനെ ഈ നിലയിൽ എനിക്ക് കിട്ടി. എൻ്റെ പൊന്നുമോനെ എനിക്ക് കിട്ടി. ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞങ്ങൾക്ക് മാത്രമല്ല, ഇവൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ്. ഈ നാട് മൊത്തം അവനെ സ്നേഹിക്കുന്ന ആൾക്കാരെല്ലാവരും പ്രിയപ്പെട്ടവരാണ്. അവനെ അതുപോലെ തിരിച്ചു വന്ന് സാറിന് ഒരുപാട് നന്ദിയുണ്ട്. വാടക വീട്ടിൽ ദുരിതത്തിൽ കഴിയുമ്പോഴാണ് മകന് അസുഖം മൂർച്ഛിക്കുന്നത്. സ്വന്തമായി ഒരു വീട് പോലുമില്ലാത്ത കുടുംബത്തിന്റെ നിസ്സഹായാവസ്ഥ MA യൂസഫ് അലി കേട്ടു. സഫാന്റെ തുടർന്നുള്ള ചികിത്സയ്ക്ക് 25 ലക്ഷത്തോളം ആവശ്യമാണെന്നും തങ്ങൾക്ക് യാതൊരു നിവൃത്തിയില്ലെന്നും കുടുംബം കണ്ണീരോടെ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ സഫാന്റെ തുടർ ചികിത്സ താൻ നടത്തുമെന്ന് MA യൂസഫ് അലി ഉറപ്പ് നൽകുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഇടപെടലിൽ തുടർന്നുള്ള ചികിത്സ വേഗത്തിലായി. രോഗത്തിൽ നിന്ന് പൂർണ്ണ മുക്തി നേടി വീട്ടിലെത്തിയപ്പോൾ സഫാനും കുടുംബത്തിനും MA യൂസഫ് അലിക്ക് തിരിച്ചു നൽകാൻ നന്ദി വാക്കുകൾ മാത്രമേയുള്ളൂ. കുടുംബത്തിന്റെ പ്രാർത്ഥനകളിൽ എപ്പോഴും യൂസഫ് അലി സാർ ഉണ്ടെന്നും മാതാവും സഫാനും പറയുന്നു. പടച്ചവനോട് നന്ദി പറയുക. കാര്യം എല്ലാവരും ദുആ ചെയ്ത് പടച്ചവനായിട്ട് സാറിനെ നമ്മുടെ മുമ്പിൽ അന്ന് കൊണ്ടെത്തിച്ചു. യൂസഫ് അലി സാറിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും ഒരേപോലെ എല്ലാവരും എപ്പോഴും ദുആയിൽ ഉൾപ്പെടുന്നുണ്ട്. സാറിന് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണമെന്ന് തന്നെ ഞങ്ങളുടെ പ്രാർത്ഥന. തമ്പുരാൻ അല്ലാഹു പടച്ചവനെ ആ മനുഷ്യൻ്റെ കുടുംബത്തിനും അതിന് പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട് ദീർഘായുസും കൊടുത്ത് നന്മകൾ വാരിച്ചോരി വർദ്ധിച്ചു കൊടുക്കട്ടെ. ഇത്രയും സഹായം ചെയ്ത് ഞങ്ങളുടെ മോനെ നമുക്ക് കിട്ടും. ദൈവം നമ്മളെ കൈവിടത്തില്ലെന്ന് എപ്പോഴും ഞാൻ പറയുന്നുണ്ട്. അപ്പം ഇതേപോലെ ദൈവമായിട്ട് എത്തിച്ചേ ആയിരിക്കാം. എൻ്റെ ഇക്കാക്ക് വേണ്ടി സഹായിച്ച യൂസഫ് അലി സാറിന് വേണ്ടി ഞാൻ എപ്പോഴും എന്തുവാ ചെയ്യുന്നത്. ഞാനെന്നല്ല, ഇവിടെ ഇപ്പം നിൽക്കുന്ന എല്ലാവരും ദുആ ചെയ്യുന്നുണ്ട്. ദൈവദൂതനെ പോലെയാണ് അദ്ദേഹം ആശുപത്രിയിലേക്ക് എത്തിയതെന്ന്
സഫാന്റെ പിതാവിന്റെ പ്രതികരണം. ഇപ്പോഴും ഒരു മായിക ലോകത്താണ്. അതെങ്ങനെയാണ് സംഭവിച്ചതാണോ സ്വപ്നം കാണോ എന്ന് ഇപ്പോഴും അങ്ങോട്ട് ഓർക്കാൻ പറ്റില്ല. അങ്ങോട്ട് ഓർക്കാൻ മനസ്സടറിപ്പോകുന്ന രംഗങ്ങളാണ്. വലുതായിട്ട് അതിനെപ്പറ്റി ഓർക്കാൻ പറ്റുമെങ്കിലും ഇപ്പോഴും ഒരു മായിക ലോകത്ത് തന്നെയാണ്. പടച്ചോനായിട്ടാണ് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. എൻ്റെ ജീവിതത്തിലും ഓർമ്മയിലും എപ്പോഴും അദ്ദേഹമുണ്ടെന്നും മുഹമ്മദ് സഫാൻ പ്രതികരിക്കുന്നു. എൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി പൈസ തന്ന് സഹായിച്ച യൂസഫ് അലി സാറിനോട് ഒരുപാട് നന്ദിയുണ്ട്. എത്ര നന്ദി പറഞ്ഞാലും മതിയാത്തില്ല. അദ്ദേഹത്തിന് അള്ളാഹു താല ആഫിയത്തുള്ള ദീർഘായുസ് കൊടുത്തനിടയിക്കട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. എനിക്ക് എന്തെങ്കിലും സാറിനെ കാണണം അതിയായ ആഗ്രഹമുണ്ട്. പടച്ചവനായിട്ട് തന്നെ കൊണ്ടു എത്തിച്ചതാ മുന്നിൽ. വലിയ ആഗ്രഹമുണ്ട് സാറിന് എന്തെങ്കിലും ഒന്ന് കാണണമെന്ന് എൻ്റെ പൊന്നുമോൻ ആഗ്രഹമുണ്ട്. ന്യൂസ് ഡെസ്ക്